കേരള സർവകലാശാലയിൽ വീണ്ടും എസ്എഫ്ഐയുടെ ഗുണ്ടായിസം. രജിസ്ട്രാറുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്തി എസ്എഫ്ഐ പ്രവർത്തകർ. പോലീസിനെയും എസ്എഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കൻപനമാണ് ചേരുന്നത്. ശിവദാസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം എസ്എഫ്ഐ വീണ്ടും ആക്രമണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്? നീലിമ, കേരള സർവകലാശാലയിൽ വീണ്ടും എസ്എഫ്ഐയുടെ ഗുണ്ടായിസം, അതായത് മുൻപും പല തവണ ഇത്തരത്തിൽ എസ്എഫ്ഐയുടെ ഗുണ്ടായിസം നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇന്നും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എസ്എഫ്ഐ ഒരു മാർച്ച് നടത്തിയിരുന്നു. ഇത് പിന്നീട് അക്രമാസക്തമാവുകയായിരുന്നു. അതിനുശേഷം രജിസ്ട്രാറുടെ ഓഫീസിൽ കയറി രജിസ്ട്രാറെ തടയുക, അതോടൊപ്പം തന്നെ ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള വാതിലുകൾ തള്ളി തുറന്നുകൊണ്ട് ഇതിനുള്ളിലേക്ക് കടക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പോലീസുകാരെ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് എസ്എഫ്ഐ ഗുണ്ടായിസം മാറി. ഇപ്പോഴും ഇത്തരത്തിൽ ഇവിടെ എസ്എഫ്ഐ പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. വലിയ രീതിയിലുള്ളൊരു ഗുണ്ടായിസം തന്നെയാണ്. രജിസ്ട്രാറെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ഗുണ്ടായിസമാണ് എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് എസ്എഫ്ഐയുടെ ഗുണ്ടായിസം ഇതേ കോളേജിൽ കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ രജിസ്ട്രാർ തന്നെ പരാതി നൽകിയിരുന്നു. എസ്എഫ്ഐക്കാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ രജിസ്ട്രാർ നൽകിയിരുന്നു. ഇതിന് 2 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള പരാതിയും രജിസ്ട്രാർ നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. ഇപ്പോഴും ആ ഒരു ആക്രമണം തുടരുകയാണ്. രജിസ്ട്രാറെ പുറത്ത് ഇറങ്ങാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ്. ഇത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെയും എസ്എഫ്ഐ ഗുണ്ടായുസം ഉണ്ടായിരുന്നു. എന്തായാലും എസ്എഫ്ഐ പല തവണ ഇതിന് താക്കീതുകൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സർവകലാശാലയിൽ ഇപ്പോഴും ഗുണ്ടായുസം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നിലമ